ഈ വിഷച്ചെടി കാരണം മരിച്ചാൽ മരിച്ചവരുടെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടാവും. കേട്ടിട്ട് വിചിത്രമായി തോന്നുന്നുണ്ടല്ലേ? ഇതാണ് പോയിസൺ ഹെംലോക്ക്. യൂറോപ്പിലും നോർത്ത് ആഫ്രിക്കയിൽ നിന്നാണ് ഈ വിഷസസ്യം ഉത്ഭവിച്ചത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പുഞ്ചിരി ഉണ്ടാവുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? നാഡീവ്യവസ്ഥയെ ബാധിക്കുന്നതിനാൽ ഇരകളുടെ സ്ഥിരവും മുഖഭാവമുള്ളതുമായ പുഞ്ചിരിക്കും ഈ സസ്യം കാരണമാകുന്നു. ഈ വിഷവസ്തു മൂലമുണ്ടാകുന്ന പേശി സങ്കുചങ്ങളിൽ നിന്നാണ് പുഞ്ചിരിക്കുന്ന രൂപം ഉണ്ടാവുന്നത്. ഇത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷവും സ്ഥിരമായ പുഞ്ചിരിക്കുന്ന ഒരു ഭാവത്തിലേക്ക് നയിക്കുന്നു. റൈസസ് സാർഡോണിക്കസ് എന്നറിയപ്പെടുന്ന ഒരു പ്രതിഭാസത്തിന്റെ സവിശേഷത മൂലമാണ് മുഖത്തെ പേശികളുടെ നീണ്ടു നിൽക്കുന്ന സങ്കോചം ഉണ്ടാവുന്നത്. ഇത്തരത്തിൽ പുഞ്ചിരിക്കുന്ന ഒരു രൂപത്തിന് ഇത് കാരണമാവുകയും ചെയ്യുന്നു. ഹെംലോക്ക് ചെടിയുടെ വിത്തുകൾ, വേര്, തണ്ട്, ഇലകൾ, പഴങ്ങൾ എന്നിവയുൾപ്പെടെ എല്ലാ ഭാഗങ്ങളിലും വിഷമാണ്. പുരാതന ഗ്രീക്കുകാർ കുറ്റവാളികളെയോ രാഷ്ട്രീയ തടവുകാരെയോ വധിക്കാൻ വിഷ ഹെംലോക്ക് ഉപയോഗിച്ചിരുന്നു. ഇതിന്റെ ഏറ്റവും പ്രശസ്തമായ ഉദാഹരണം സോക്രട്ടീസിന്റെ വധശിക്ഷയാണ്.